ഹലോ നമസ്കാരം, ഞാൻ ജയശ്രീ ഗോവിന്ദൻ, റിട്ടയർമെന്റ് കൺസൾട്ടന്റ്. നാളെ ഒരു പോളിസി ലഭിക്കും എന്ന് വിശ്വസിച്ചാണ് പലരും ഇന്ന് ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തത്. ആശുപത്രി ചെലവുകൾ മുൻകൂട്ടി പ്രവചിക്കാൻ സാധിക്കില്ല എന്നുള്ള കാര്യം ഒന്ന് ഓർത്തു വയ്ക്കുക. നിലവിൽ ഒരു അസുഖം വന്നാൽ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്ത് 3-4 വർഷത്തിന് ശേഷം മാത്രമാണ് അതിന് കവറേജ് കിട്ടുക. ആദ്യ 2 വർഷത്തിന് കവറേജ് കിട്ടാത്ത ചില അസുഖങ്ങളുടെ ലിസ്റ്റ് പോലും ഉണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഉള്ളപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തു വയ്ക്കുക. ഈ പറഞ്ഞ എക്സ്ക്ലൂഷൻസ് ഒക്കെ ഒഴിവാക്കി കിട്ടണമെങ്കിൽ നിങ്ങൾ ഹെൽത്തി ആയിട്ട് ഇരിക്കുമ്പോൾ ഇൻഷുറൻസ് എടുത്താലാണ് സാധിക്കുക. അല്ലാതെ ഓടിച്ചെന്ന് ഒരു ഇൻഷുറൻസ് എടുത്താൽ അന്ന് മുതൽ അതിന്റെ കാര്യങ്ങൾ പ്രാബല്യത്തിൽ വരികയില്ല. തീർച്ചയായിട്ടും ആദ്യത്തെ 30 ദിവസം തന്നെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ നിലവിൽ നമുക്ക് എന്തെങ്കിലും അസുഖം ഉണ്ടെങ്കിൽ 3-4 വർഷം വെയിറ്റ് ചെയ്യേണ്ടി വരും. പിന്നെ ചില അസുഖങ്ങൾ, അതായത് മരുന്ന് കഴിച്ച് നീട്ടി വെക്കാൻ പറ്റുന്ന ചില അസുഖങ്ങൾ, പൈൽസ്, ഹെർണിയ, സൈനസൈറ്റിസ്, അങ്ങനെ നീണ്ട ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റ് പ്രകാരമുള്ള അസുഖങ്ങളൊക്കെ നമുക്ക് ക്ലെയിം കിട്ടണമെങ്കിൽ പോളിസി എടുത്ത് 2 വർഷം കഴിഞ്ഞിരിക്കണം. അത് ഏത് ഇൻഷുറൻസ് എടുത്താലും അങ്ങനെ തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഓടിച്ചെന്ന ഒരു ഇൻഷുറൻസ് എടുത്താൽ നാളെ നമുക്കത് കിട്ടില്ല. അപ്പോൾ നമ്മൾ ഹെൽത്തി ആയിരിക്കുമ്പോൾ ഇൻഷുറൻസ് എടുക്കുക. ആ എക്സ്ക്ലൂഷൻസ് എല്ലാം നമുക്ക് ഒഴിവാക്കി നമ്മൾക്കൊരു ഹെൽത്ത് ഇഷ്യൂസ് വരുന്ന ആ ഒരു പ്രായമാകുമ്പോഴത്തേക്കും എക്സ്ക്ലൂഷൻസ് എല്ലാം നമുക്ക് ഒഴിവാക്കി എല്ലാത്തിനും കവറേജ് കിട്ടുന്ന ഒരു രീതിയിലേക്ക് എത്താനും സാധിക്കും. അപ്പൊ അതുകൊണ്ട് തന്നെ ഹെൽത്ത് ഉള്ളപ്പോൾ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കുക. ഇതുവരെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. അതുപോലെ ഹെൽത്ത് ഇൻഷുറൻസ് എടുക്കാനുള്ള സജഷൻസിനും ഗൈഡൻസിനും ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതുമാണ്. അടുത്തൊരു എപ്പിസോഡിൽ കാണും വരെ ടേക്ക് കെയർ.